ഹായ് ഹലോ ഗൈസ്, ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഞാൻ എന്താ ഇവിടെ കടുകോടി ട്രീ പാർക്കിലാണ് ഗൈസ്. കണ്ടോ? അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ കൂടെ വരാൻ ആരുമില്ല ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു സോളോ ആയിട്ട് നടക്കാനൊക്കെ പോയി പാർക്കിൽ അല്ലേ, അപ്പോൾ നമുക്ക് നടന്നിട്ടൊക്കെ വരാമല്ലോ. ഈവനിങ് ഒരു വാക്കൊക്കെ ആവുമല്ലോ. കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു കടുകോടി ട്രീ പാർക്കിലൊന്ന് വരണമെന്ന് കേട്ടോ. അങ്ങനെ ഞാനിവിടെ തനിച്ച് വന്നു ഗൈസ്. ഏറ്റവും ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്, ഏറ്റവും നല്ലൊരു ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഡേറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കാരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് വരാമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് അക്യുപഞ്ചർ വാക്ക് പാർക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇൻസെക്റ്റ് ഹോട്ടൽ, ഗസീബോ, ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ എയർ ജിം. ഓ മൈ ഗോഡ്. അങ്ങനെ കടുകോടി ട്രീ പാർക്കിലൂടെ നടക്കുകയാണ് ഗൈസ്. ചിതൽപുട്ട് കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ടോ ചിതൽപുട്ട്? ഇതിനകത്ത് ചിതൽപുട്ടുണ്ട്. പിന്നെ എവിടെയോ ബീ ഹൗസോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസാണ് ഗൈസ്. പിന്നെ ലവേഴ്സിനൊക്കെ വന്നിരിക്കാം കേട്ടോ. പിന്നെ ലവേഴ്സ് ഉള്ളവർക്ക് മാത്രം വന്നിരുന്ന് ബുദ്ധിമുട്ടിയാൽ മതിയല്ലോ. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ എടുക്കട്ടെ. ഇതാണ് ഗൈസ് ഇൻസെക്റ്റ് ഹോട്ടൽ. യഥാർത്ഥത്തിൽ എൻ്റെ മൈക്കില്ല കേട്ടോ. ചിലപ്പോൾ വോളിയം ക്ലാരിറ്റി വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, നോക്കിയേ. അപ്പോൾ ആരൊക്കെയൊക്കെയോ നടന്നൊക്കെ പോകുന്നുണ്ട്. ആരൊക്കെയോ നടന്നു പോകുന്നുണ്ട്. കണ്ടുല്ലോ. കോമൺ കോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാടക്കോഴിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ചിൽഡ്രൻ പാർക്ക് ഉണ്ട് ഗൈസ്. പക്ഷേ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഓക്കെ, വലിയ ഗുണമുള്ള മെച്ചമുള്ള പാർക്കൊന്നുമല്ല, എന്നാലും ഓക്കെയാണ്. പിന്നെ ഇപ്പുറത്തേക്ക് മൊത്തം കാടും ഐ തിങ്ക് ഡ്രൈനസ് പിടിച്ച കാടാണെന്ന് തോന്നുന്നു. പിന്നെ ഗൈസ് ഇതിനകത്ത് 2 വീലറും 4 വീലറും എല്ലാം അലൗഡാണ്. അതിനെല്ലാം സെപ്പറേറ്റ് റേറ്റുമാണ്. പിന്നെ എന്താണ് ഇതിനകത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് തന്നെ 10 റുപ്പീസാണ് ഗൈസ്. ഞാൻ 10 റുപ്പീസ് കൊടുത്താണ് ഇതിനകത്ത് നടക്കുന്നത്. എനിക്കെന്തിൻ്റെ കേടായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, അക്യുപഞ്ചർ വാക്ക് പാത്ത് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മറ്റേ ഉരുളം കല്യാണക്കത്തെ സാധനം ഇട്ടേക്കുന്ന ഈ പാത്താണ് ഗൈസ് അക്യുപഞ്ചർ വാക്ക് പാത്ത്. ആൾക്കാരൊക്കെ ഇരുന്ന് എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേരെല്ലാം പാർക്കിൽ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൺലൈറ്റ് വന്ന് ചുംബിക്കുന്നുണ്ട്. പാർക്കിൽ നടക്കുക, ഒറ്റയ്ക്ക് തിരിഞ്ഞ് നടക്കുക. പിന്നെ ഒരു സംഭവം കാണിച്ചു തരട്ടെ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, കല്ല് പറക്കി വെച്ച് എന്തോ ഉണ്ടാക്കി വെച്ചേക്കുക. നിങ്ങൾക്കിത് എന്തായിട്ടാണ് ഗൈസ് തോന്നുന്നത്? വല്ല ആരാധനാലയവും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. കുറച്ച് ദൂരം നടന്നപ്പോഴേ മടുത്ത് ഗൈസ്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം.